എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ ജനത്തിൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. 10 വർഷം മുമ്പ് വരെ മനുഷ്യൻ്റെ കയ്യിൽ അത്യാവശ്യം പണം ഉണ്ടായിരുന്നു, വിദേശത്ത് നിന്ന് വരുമാനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷത്തെ ജനദ്രോഹ ബഡ്ജറ്റുകൾ മൂലം, ആദ്യം അങ്ങനത്തെ ബഡ്ജറ്റുകളൊക്കെ അവതരിപ്പിച്ചത് കയർവീര് ശാസ്ത്രജ്ഞനായിരുന്നു. പിന്നീട് മെറ്റലടി ശാസ്ത്രജ്ഞനും അവതരിപ്പിച്ച ബഡ്ജറ്റുകളിലൂടെ ജനത്തിൻ്റെ കയ്യിലിരുന്ന പണം GST ആയിട്ടും പെട്രോളിൻ്റെ അധിക നികുതിയും സെസ്സുകളുമായിട്ടും വർദ്ധിപ്പിച്ച വസ്തുക്കരമായിട്ടും വർദ്ധിപ്പിച്ച കെട്ടിട നികുതിയായിട്ടും ഹരിതകർമ്മസേന എന്ന പിശാചായിട്ടും മദ്യവിലയായിട്ടും ലോട്ടറി ആയിട്ടും വർദ്ധിപ്പിച്ച രജിസ്ട്രേഷൻ ഫീസായിട്ടും പെറ്റിയായിട്ടും പെനാൽറ്റി ആയിട്ടും ആപ്ലിക്കേഷൻ ഫീസുകളായിട്ടും പിന്നെ ഇലക്ട്രിസിറ്റി ബില്ലുകളായും ഒക്കെ സർക്കാർ അങ്ങ് വാങ്ങിയെടുത്തു. ഇത് പതുക്കെ ഇങ്ങനെ ഊറ്റിയെടുത്തത് കൊണ്ട് ജനത്തിനിത് കാര്യമായിട്ട് മനസ്സിലായുമില്ല. ഒരു വർഷത്തിൽ കേരള ജനത എല്ലാം കൂടെ ലോകം മുഴുവൻ പണിയെടുത്ത് കേരളത്തിൽ കൊണ്ടുവരുന്ന പണം എന്നത് നമ്മൾ നിരന്തരം പറയുന്നു 14 ലക്ഷം കോടിയിൽ താഴെയാണ്. അതിൽ നിന്ന് സർക്കാർ പ്രത്യക്ഷ പരോക്ഷ നികുതിയായും പെറ്റിയായും പെനാൽറ്റിയായും ഫീസുകളായും ജനത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കുന്നത് 1.82 ലക്ഷം കോടിയാണ്. ഈ 1.82 ലക്ഷം കോടി മേടിച്ചിട്ട് സർക്കാരിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ അവരുടെ ശമ്പളം, അവരുടെ പെൻഷൻ, പിന്നെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ശമ്പളം, അവരുടെ പെൻഷൻ, പിന്നെ ഈ സംവിധാനങ്ങൾ, ഈ മെക്കാനിസം ഓടാനുള്ള മറ്റ് ചിലവുകൾ എല്ലാം കൂടെ കൂട്ടുമ്പം 1.67 ലക്ഷം കോടി അവർ തന്നെ അങ്ങെടുക്കും. അത് ജനസംഖ്യയുടെ 5% താഴെയുള്ള ആളുകളാണ്. 95% ആളുകൾക്ക്, ഈ 5% ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞ് ബാലൻസ് 15,000 കോടി മാത്രമേ ഉള്ളൂ. ഈ 10 വർഷം കൊണ്ട് ഇതിങ്ങനെ പിഴിഞ്ഞെടുത്തപ്പം ഗതികെട്ട പൊതുജനം ഞങ്ങളോ മുടിഞ്ഞു, ഞങ്ങളുടെ മക്കളെങ്കിലും നന്നാക്കട്ടെ എന്ന് കരുതി കുറച്ച് കുട്ടികളെ വിദേശത്തേക്ക് കയറ്റി അയച്ചു. അവരതിൻ്റെ പേര് ബാധ്യതക്കാരായി. ബാക്കിയുള്ളവർ ഇവിടെ ലാഭമില്ലാത്ത പല ബിസിനസ്സുകൾ ചെയ്തു, കൃഷി ചെയ്തു, ചെറിയ വ്യവസായങ്ങൾ ചെയ്തു. അതെല്ലാം നശിച്ചു. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 5 വർഷത്തിനകത്ത് വിദേശത്ത് പോയവർ ഭൂരിപക്ഷത്തിനും അവിടെ ജോലി സ്ഥിരതയില്ല, PR-ഉം ഇല്ല. യൂറോപ്പിലെ ഇംഗ്ലണ്ടിലൊക്കെ ഇനി ഒരു 15 വർഷം കഴിഞ്ഞാൽ പോലും കിട്ടുകയല്ലെന്നാണ് പറയുന്നത്. അതൊന്നുമില്ലാതെ അതുങ്ങൾ അതിലെവിടെ അലയുന്നു. ഇനി തിരിച്ചിങ്ങോട്ട് വന്നാൽ ഇവിടെ വല്ല ഗതിയുണ്ടോ? ഇനി അതിൽ തന്നെ നല്ലൊരു ശതമാനം ഇനി തിരികെ വരും. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ ധാരാളം ആളുകൾ വിദേശത്തു നിന്ന് ജോലിയില്ലാതെ മടങ്ങി വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കേരള ജനതയുടെ 79% ഇടത്തരക്കാരാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വർഷം അവരുടെ കുടുംബത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയിൽ താഴെയാണ്. അതിൽ തന്നെ ഭൂരിപക്ഷം പേർക്കും 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരാണ്. ഇപ്പം ജനം പറയും ഞങ്ങൾ നികുതി കൊടുക്കുന്നില്ലെന്ന്. സാധാരണ ജനം അങ്ങനെ ചിന്തിക്കരുത്, അത് തെറ്റാണ്. എന്ന് വെച്ചാൽ 10 കിലോ പാക്കറ്റ് അരി വാങ്ങിയാൽ അതിന് ഏതാണ്ട് 680 രൂപ ഇപ്പം വിലയുണ്ട്. ആ 680 രൂപ കൊടുത്ത് നമ്മൾ 10 കിലോ പാക്കറ്റ് അരി വാങ്ങിക്കുമ്പോൾ 34 രൂപ GST ആയിട്ട് പോകുന്നുണ്ട്. ചാക്കുംപടി അരി വാങ്ങിയാൽ, അതായത് 40 കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള അരിച്ചാക്കുകൾ വാങ്ങിയാൽ അതിന് GST ഇല്ല. നിങ്ങൾക്ക് എന്നാ മനസ്സിലായി? എല്ലാ നികുതി ഘടനയും സാധാരണക്കാരെ അല്ലെ ഇടത്തരക്കാരെയാണ് ലക്ഷ്യം വെക്കുന്നത്. സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് നികുതിയും കൂടും. അതുകൊണ്ട് തന്നെ ദയയില്ലാത്ത ഭരണാധിപന്മാർ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഒരു നടപടി എടുക്കുകയില്ല. ഉദാഹരണം പറയാം. 10,000 രൂപയുടെ TV വിറ്റാൽ സർക്കാരിന് 2,800 രൂപ GST കിട്ടും. അതിൻ്റെ പകുതി കേന്ദ്രത്തിനും പോകും, പകുതി സംസ്ഥാനത്തിനും കിട്ടും. അതേ TV തന്നെ 20,000 രൂപയ്ക്ക് വിറ്റാൽ 5,600 രൂപ GST കിട്ടും. നിങ്ങൾ പറ, കൂട്ടി വിൽക്കുന്നതാണോ കുറച്ച് വിൽക്കുന്നതാണോ സർക്കാരിന് ലാഭം? സാധനങ്ങളുടെ വില സർക്കാർ നിയന്ത്രിക്കാത്തതിൻ്റെ അകത്ത് കിടക്കുന്ന കാരണം ഇതാ. ആര് ജീവിച്ചാലും ചത്താലും ഞങ്ങൾക്ക് നികുതി, ഇച്ചിരൂടെ കറക്റ്റ് വാക്ക് ചുങ്കം ലഭിക്കണം. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ നയം. ജനസംഖ്യയുടെ 80% ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരിങ്ങനെ നിർവികാരരായി ജീവിക്കുന്നു. എന്നാ ചെയ്യാനാ? വോട്ട് വരുമ്പോൾ ആർക്കെങ്കിലും കുത്തും. ഈ പ്രാവശ്യം LDFന്, അടുത്ത പ്രാവശ്യം UDFന്. ഇങ്ങനെ നിർവികാരരായി ജീവിക്കുന്നു. ഈ 95% ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച്
5% വീതം വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മർമ്മം. ബാക്കി 5% എന്ന് പറയുന്നത് ജനസംഖ്യയുടെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഈ വരുന്ന വരുമാനത്തിൻ്റെ 95% 5% ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അവരുടെ ശമ്പളത്തിനും പെൻഷനും അവരുടെ ഓട്ടച്ചെലവുകൾക്കും എല്ലാം കൂടി അങ്ങോട്ട് വീതം വെച്ച് തീർക്കും. ബാക്കി ഒരു 5% ആളുകൾ ഈ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരുമായവരുടെ കൂട്ടത്തിൽ ചേർന്ന് നിന്ന് അവിടെ ഇവിടെ എല്ലാം കൊള്ളയടിക്കും. അവരാണ് ഈ സർക്കാരിൻ്റെ പ്രസ്ഥാനങ്ങളെല്ലാം ഈ വർക്കെടുക്കുന്നു, നശിപ്പിക്കുന്നു, സകലതും നശിപ്പിക്കുന്ന ബാക്കി ഒരു 5%. ബാക്കി വരുന്ന ഒരു 10% ജനങ്ങളാണ് ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചിന്തിക്കുന്നത്. ഇതിനെന്തൊരു പരിഹാരം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന അവരാ. അവിടെയാണ് പുതിയ ബഡ്ജറ്റിൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ കുറേ കാലമായിട്ട് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും വേറെ ആയിരുന്നു. ഈ പ്രാവശ്യം മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരാളാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ VD സതീശൻ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെ ചിന്തിക്കുന്ന പൊതുജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവിടെയാണ് ജനത്തിൻ്റെ പ്രതീക്ഷയിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് ആർജവത്തിൻ്റെ കുറവുണ്ട് എന്നതിന് 2 ഉദാഹരണങ്ങൾ പറയാം. കൈക്കൂലി, അഴിമതി, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന വീഡിയോകൾ ചിത്രീകരിച്ച് കൈമാറിയാൽ തമിഴ്നാട്ടിൽ 1 ലക്ഷം രൂപ പ്രതിഫലം, കേരളത്തിൽ അത് 5000 ഉലുവ മാത്രമാണ്. അതെന്നാ തമിഴ്നാട്ടിൽ വീഡിയോ ചിത്രീകരിക്കുന്നതും കേരളത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്നതും തമ്മിലുള്ള പ്രത്യേകത? തമിഴ്നാട്ടിൽ വീഡിയോ ചിത്രീകരിച്ചാൽ പോയാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ AK-47 ഉണ്ടോ? അവർ വെടിവെക്കുമോ? കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അവർ ഈസി ആയിട്ട് പോയി അങ്ങ് ചിത്രീകരിക്കാൻ പറ്റുമോ? ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഈ 3,60,00,000 ജനം പണിയെടുത്തുണ്ടാക്കുന്ന പണത്തിൽ ഈ 1.82 ലക്ഷം കോടിയുടെ അതിൻ്റെ 92% ഈ 5% വീതിച്ചു കൊടുക്കുന്നവരുടെ വീഡിയോ പിടിച്ചോണ്ട് വരുന്നതിൽ ഗവൺമെൻറ്റിനും സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഈ 5000 ഉലുവാക്കിയേക്കുന്നത്. തമിഴ്നാട്ടിൽ അത് 1 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചേ. കേരള ഗവൺമെൻറ്റിന് ധൈര്യം ഉണ്ടെങ്കിൽ അത് 1 ലക്ഷം രൂപയായിട്ടങ്ങ് പ്രഖ്യാപിച്ചേ. ഇവിടെ പല കുഞ്ഞച്ചന്മാരും വീട്ടിൽ പോകുന്ന പരിപാടി കാണിക്കാം. അത് അങ്ങനെ പ്രഖ്യാപിച്ചാൽ ഇവിടെ ചെറുപ്പക്കാർ ജീവൻ പണയം വെച്ച് വീഡിയോ എടുക്കുമെന്നും അതിൻ്റെ പേരിൽ നടപടി എടുക്കേണ്ടി വന്നാൽ പല യൂണിയൻ നേതാക്കന്മാർ ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ പോകുമെന്നും രാഷ്ട്രീയക്കാർ പലരും കുടുങ്ങുമെന്നും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അറിയാവുന്നതുകൊണ്ടാണ് 5000 ഉലുവ വെച്ചിരിക്കുന്നത്. ഇനി 5000 ഉലുവയ്ക്ക് വേണ്ടി ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ നടക്കുന്ന ഗുലുമാലെല്ലാം കൂടെ ചിലപ്പോൾ ഈ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് അവസാനം പ്രതിയായി മാറുമെന്ന് അറിയാവുന്നതുകൊണ്ട് കേരളത്തിലെ പിള്ളേർ ആ പണിക്ക് നിൽക്കുകയല്ല എന്നത് കേരളത്തിലെ ആർജവത്തിൻ്റെ ഒരു കുറവിൻ്റെ തെളിവാണ്. ഇനി അടുത്തത്, തമിഴ്നാട്ടിൽ ജയിൽ പുള്ളികൾക്ക് കഞ്ഞിയും പയറും കൊടുത്തേച്ചാൽ മതി. അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞു, പോഷക സമൃദ്ധമായ ആഹാരം കഴിച്ച് മുറ്റി വെളിയിലോട്ട് ഇറങ്ങണ്ട, അകത്ത് കിടന്ന് മര്യാദയ്ക്ക് പാഠം പഠിക്കട്ടെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാം, അവർ വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് പറഞ്ഞു. നേരെ തിരിച്ച് ഇവിടെ കേരളത്തിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പൈസയും ഇല്ല, ഒന്നുമില്ല. സാറുമാരും ഹെഡ് മാസ്റ്ററും അവിടുത്തെ ആൾക്കാരും എല്ലാം തെണ്ടി നടക്കുക പൈസയ്ക്ക് വേണ്ടി. ജയിൽ പുള്ളികൾക്ക് ഇഷ്ടം പോലെ തള്ളിക്കൊടുക്കുക. കഴിഞ്ഞ ഗവൺമെൻറ് അങ്ങോട്ട് വെച്ച് കൊടുത്തു. ഞങ്ങളൊക്കെ ഓർത്ത് പുതിയ ഗവൺമെൻറ് വരുമ്പോഴെങ്കിലും ഇതിനൊരു മാറ്റം വരുമെന്ന് ഓർത്തെ. പുതിയ ഗവൺമെൻറ് കയറിയിട്ടും ജയിൽ പുള്ളികളുടെ കാര്യത്തിൽ ഒരു മാറ്റമില്ല. കാരണം ഇതെല്ലാം ഇവരുടെ സ്വന്തക്കാരാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇവരുടെ കുറയ്ക്കാൻ പറ്റിയല്ല. ഈ സമീപനമാണ് ഇനി വരാൻ പോകുന്ന ബഡ്ജറ്റിനോട് എങ്കിൽ അത് പൊതുജനത്തെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായിരിക്കും. ഏതൊക്കെയാലും ജനം വളരെ പ്രതീക്ഷയോടെ അടുത്ത ദിവസങ്ങളിൽ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെ നോക്കിയിരിക്കുക. ജനത്തിനെ നിരാശപ്പെടുത്തരുത്. ഉദ്യോഗസ്ഥന്മാരെ വിസ്മയിപ്പിക്കുമ്പോൾ ജനത്തിനെ നിരാശപ്പെടുത്തരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.